ഹായ്, നമ്മളിന്ന് കാണുന്നത് മണി ആൻഡ് ബാങ്കിങ് എന്നുള്ള മൂന്നാമത്തെ ചാപ്റ്ററാണ്. ഇതിൽ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ടേംസ് മാത്രമേ നമ്മളിന്ന് പറയുന്നുള്ളൂ. അതായത് പലതവണ എക്സാമിന് ചോദിച്ചിട്ടുള്ളത് എന്താണ് പണം എന്നുള്ളതാണ്. പ്രശസ്തനായ മോണിറ്ററിസ്റ്റ് W.A. വാക്കർ പണത്തെ നിർവചിച്ചിരിക്കുന്നത് മണി ഈസ് വാട്ട് മണി ഡസ് എന്നാണ്. പണം ചെയ്യുന്നത് എന്താണോ അതാണ് പണം എന്നുള്ളതാണ്. അപ്പോൾ ഇന്നത്തെ പണം പണ്ട് കാലം മുതലേ ഉണ്ടായിരുന്നു എന്നുള്ളതാണ്. ആദ്യ കാലഘട്ടങ്ങളിൽ പണം നമ്മൾ ഉപയോഗിച്ചിരുന്നത് ഇന്നത്തെ പോലെ ഉള്ള ഒരു ക്യാഷ് അല്ലെങ്കിൽ UPI കോഡോ അല്ലെങ്കിൽ കറൻസി എണ്ണി എടുക്കുന്ന പേപ്പർ കറൻസിയോ ബാങ്കിൽ കൊണ്ടുപോയിടുന്ന പണം ഒന്നും ആയിരുന്നില്ല അല്ലേ. അപ്പോൾ അന്ന് ഉപയോഗിച്ചിരുന്നത് കമോഡിറ്റികളെയാണ് പണമായിട്ട് ഉപയോഗിച്ചിരുന്നത്. കമോഡിറ്റി ഈസ് യൂസ്ഡ് ആസ് മണി ഇൻ ആൻഷ്യന്റ് പീരിയഡ്. സോ ദാറ്റ് സിസ്റ്റം ഈസ് കോൾഡ് ബാർട്ടർ സിസ്റ്റം. അതായത് പണത്തിന് പകരം അല്ലെ കമോഡിറ്റി സാധനങ്ങൾക്ക് പകരം സാധനങ്ങൾ കൈമാറ്റം ചെയ്യുന്ന ആ ഒരു സിസ്റ്റത്തെയാണ് ബാർട്ടർ സിസ്റ്റം എന്ന് വിളിക്കുന്നത്. ബിഫോർ ദ എവല്യൂഷൻ ഓഫ് മണി ദർ എക്സിസ്റ്റഡ് ബാർട്ടർ സിസ്റ്റം. അതായത് കമോഡിറ്റി ഈസ് എക്സ്ചേഞ്ച്ഡ് ഫോർ കമോഡിറ്റി. ബാർട്ടർ സിസ്റ്റം is a system in which commodity is exchanged for commodity. അല്ലെ എക്സ്ചേഞ്ച് ഓഫ് ഗുഡ്സ് ഫോർ ഗുഡ്സ് എന്നാണ് ബാർട്ടർ സിസ്റ്റത്തെ പറയുന്നത്. അപ്പോൾ ബാർട്ടർ സിസ്റ്റത്തിന് സ്വാഭാവികമായും കുറേ ഡീമെറിറ്റുകൾ ഉണ്ടായിരുന്നു അല്ലെ. അതുകൊണ്ടാണല്ലോ അത് മാറി നമ്മൾ പണം കണ്ടുപിടിച്ചത്. ബാർട്ടർ സിസ്റ്റം നിർത്തലാക്കി പണം കണ്ടുപിടിച്ചതാണ്. അതിൻ്റെ ഡീമെറിറ്റ്സ് ഓഫ് ബാർട്ടർ ആണ് നമ്മൾ പറയാൻ പോകുന്നത്. ഒന്നാമത്തേത് ആബ്സെൻസ് ഓഫ് ഡബിൾ കോയിൻസിഡൻസ് ഓഫ് വാണ്ട് എന്ന് പറയും. അതായത് ഡബിൾ കോയിൻസിഡൻസ് ഓഫ് വാണ്ട് എന്ന് പറഞ്ഞാൽ എന്താണ്? എനിക്ക് ആവശ്യമുള്ള സാധനം ആയിരിക്കില്ല വേറൊരാളുടെ, അല്ലെ എനിക്ക് വിൽക്കാനുള്ള സാധനം ആയിരിക്കില്ല വേറൊരാൾക്ക് വാങ്ങാനുള്ളത്. ഒരു എയ്ക്കും ബിക്കും ഒരു എയ്ക്ക് പെന്ന് കൊടുക്കാനുണ്ട് പെൻസിൽ വേണം, അതേസമയം ബിക്ക് പെൻസിൽ കൊടുക്കാനുണ്ട് പെന്ന് വേണം. അങ്ങനെയാണെങ്കിൽ മാത്രമേ എന്ത് നടക്കുള്ളൂ? ബാർട്ടർ സിസ്റ്റത്തിൽ പെന്നും പെൻസിലും എക്സ്ചേഞ്ച് ആയി പോവുകയുള്ളൂ അല്ലെ. അപ്പം അങ്ങനെ ചെയ്യാൻ പറ്റാത്ത ആ ഒരു അവസ്ഥയാണ് ആബ്സെൻസ് ഓഫ് ഡബിൾ കോയിൻസിഡൻസ് ഓഫ് വാണ്ട്. അങ്ങനെ വരുമ്പോൾ എന്ത് നടക്കില്ല? എക്സ്ചേഞ്ച് സാധനങ്ങൾ വാങ്ങലും വിൽക്കലും നടക്കുകയില്ല. അതാണ് ഒന്നാമത്തെ ഫസ്റ്റ് ഡീമെറിറ്റ് ആയിട്ട് പറയുന്നത്. രണ്ടാമത്തേത് ലാക്ക് ഓഫ് സ്റ്റോർ ഓഫ് വാല്യൂ ആണ്. അതായത് മൂല്യം സൂക്ഷിച്ച് വെക്കാൻ പറ്റില്ല. ഇപ്പം നമ്മൾ പല കമോഡിറ്റികൾ എന്താണ് ഒരുപാട് കാലത്തേക്കൊന്നും ഇല്ല കേടുകൂടാതെ സൂക്ഷിക്കാൻ പ്രയാസമാണ് അല്ലേ. അപ്പം അതാണ് സ്റ്റോർ ഓഫ് വാല്യൂ എന്ന് പറയുന്നത്. കമോഡിറ്റീസ് ലാക്ക് ദ സ്റ്റോർ ഓഫ് വാല്യൂ. അപ്പോൾ സാധനങ്ങൾ സൂക്ഷിച്ചു വെക്കാനുള്ള പ്രയാസം, അത് കേടുകൂടാതെ സൂക്ഷിച്ചു വെക്കാനാണ്. കേടായി പോവും അല്ലെങ്കിൽ സൂക്ഷിച്ചു വെക്കാൻ ഒരുപാട് സ്ഥല പരിമിതികൾ വരും. അപ്പോൾ അതൊക്കെ എന്താണ്? ലാക്ക് ഓഫ് സ്റ്റോർ ഓഫ് വാല്യൂ ആണ്. മൂന്നാമത്തേതെന്ന് പറയുന്നത് ലാക്ക് ഓഫ് കോമൺ മെഷർ ഓഫ് വാല്യൂ ആണ്. അതായത് പല സാധനങ്ങൾക്കും എന്നില്ല ഒരു പൊതു മാനദണ്ഡം, ഒരു പൊതു ഏകകം ഇല്ലാതെ വരും. ഒരു കമോഡിറ്റി ഇന്ന കമോഡിറ്റി നമ്മളിപ്പോൾ പണം സാധനങ്ങൾ ഇപ്പോൾ എന്ത് സാധനത്തെയും നമുക്ക് എന്ത് ചെയ്യാം? കോമൺ ഇതായിട്ട് മെഷർമെൻ്റ് ആയിട്ട് പണത്തെ ഉപയോഗിക്കാവുന്നതാണ് അല്ലേ. ഉദാഹരണമായിട്ട് നമ്മൾ എന്താണ് സാധനങ്ങൾ ഇപ്പോൾ പെന്നാണെങ്കിൽ അല്ലെങ്കിൽ നമ്മൾ വീട്ടിൽ ഉപയോഗിക്കുന്ന പല സാധനങ്ങൾ ഫ്രിഡ്ജ്, വാഷിംഗ് മെഷീന്, മിക്സി, ഇതൊക്കെ എന്താണ് പണം കൊടുത്താണ് വാങ്ങുന്നത് അല്ലേ. അതിൻ്റെയൊക്കെ വില പണത്തിൻ്റെ രൂപത്തിൽ എത്ര രൂപയാണെന്ന് നമുക്ക് പറയാൻ പറ്റും. ഇപ്പോൾ നമ്മുടെ കയ്യിലുള്ള ഗോൾഡ് ആണെങ്കിലും സിൽവർ ആണെങ്കിലും അല്ലെങ്കിൽ കുരുമുളകാണെങ്കിലും നെല്ലാണെങ്കിലും അരിയാണെങ്കിലും എല്ലാം എന്ത് ചെയ്യാൻ പറ്റും? പണത്തിൻ്റെ ടേംസിൽ മണി ടേംസിൽ നമുക്ക് പറയാൻ പറ്റും. പക്ഷേ ആ കാലഘട്ടത്തിൽ ഇങ്ങനെ ഒരു കോമൺ മെഷർ ഉണ്ടായിരുന്നില്ല. അപ്പോൾ ബാർട്ടർ സിസ്റ്റത്തിൽ നിന്നാണ് ബാർട്ടർ സിസ്റ്റം ലാക്സ് common measure of value. Next, difficulty in the division without loss of value. അതായത് മൂല്യം നഷ്ടപ്പെടാതെ പാർട്ടാക്കി ഡിവൈഡ് ചെയ്ത് കഷ്ണമാക്കി മാറ്റിയിട്ട് നമുക്ക് പല സാധനങ്ങളും കൊടുക്കാൻ ഉണ്ടായിരുന്നില്ല. അപ്പം നമുക്ക് ഒരു എക്സാമ്പിൾ പറയാം. നമുക്കൊരു പശുവിനെയും ആടിനെയാണ് വിൽക്കേണ്ടത്. അപ്പോൾ രണ്ട് ആടിനെ വിൽക്കാനുണ്ട്, ഒരു പശുവിനെ വാങ്ങുകയും വേണം അല്ലെ. രണ്ടാടിന് തുല്യമായിട്ടുള്ള പശു എന്ന് പറയുമ്പോൾ എന്താണ്? ഒരു പശു രണ്ടാടിന് തുല്യമല്ല എന്ന് നമുക്കറിയാം അല്ലെ. അപ്പോൾ പശുവിനെ മുറിച്ചു കൊടുത്തു കഴിഞ്ഞാൽ അത് ജീവനോടെ ഉണ്ടാവില്ല. അപ്പോൾ അതിനെ മുറിച്ചു കൊടുക്കുക എന്നുള്ളത് നമുക്ക് പ്രാക്ടിക്കലും അല്ല. ഇങ്ങനെ ഉണ്ടാവുന്ന അവസ്ഥയാണ് ഡിഫിക്കൽട്ടി ഓഫ് ഡിവിഷൻ വിത്തൗട്ട് ലോസ് ഓഫ് വാല്യൂ എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. മൂല്യം നഷ്ടപ്പെടാതെ നമുക്ക് എന്താണ് അതിനെ പാർട്ടാക്കി കൊടുക്കാൻ പറ്റില്ല എന്നുള്ളതാണ്. അപ്പോൾ അടുത്ത ഇതെന്ന് പറയുന്നത് ലാക്ക് ഓഫ് ട്രാൻസ്ഫർ ഓഫ് വാല്യൂ ആണ്. ഒന്നിൽ നിന്നും മറ്റൊന്നിലേക്ക് മാറ്റാൻ കഴിയുകയില്ല എന്നുള്ളതാണ്. അപ്പോൾ നമുക്ക് നോക്കാം,
നമുക്കിപ്പോൾ റബ്ബർ ഷീറ്റ്, കുറേ റബ്ബർ ഷീറ്റ് ഉണ്ട്. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യുന്നു, റബ്ബർ ഷീറ്റ് കൊണ്ടുപോയി ഷോപ്പിൽ വിറ്റ് അതിൻ്റെ പണം കൊണ്ട് കുറേ അരിയും സാധനങ്ങളും നമുക്ക് വാങ്ങാനുള്ള എന്തെങ്കിലും മറ്റ് സാധനങ്ങൾ, ഇപ്പോൾ ഒരു വണ്ടി വാങ്ങാനുണ്ട്, അപ്പോൾ നമ്മൾ അതൊക്കെ എന്ത് ചെയ്യുന്നു, അല്ലെ പെട്രോൾ, വണ്ടിയിൽ അടിക്കാനുള്ള പെട്രോൾ വാങ്ങുന്നു. ഇതൊക്കെ എന്താണ്, റബ്ബർ ഷീറ്റ് കിട്ടുന്ന പൈസ കൊണ്ട് വാങ്ങണം. അപ്പോൾ പെട്രോൾ അടിക്കുകയാണെങ്കിൽ നമ്മുടെ റബ്ബർ ഷീറ്റിൻ്റെ വില പണമാക്കി മാറ്റി ആ പണം കൊടുത്ത് പെട്രോൾ വാങ്ങുന്നു, അല്ലേ. അപ്പോൾ പെട്രോളിലേക്ക് ട്രാൻസ്ഫർ ഓഫ് വാല്യൂ ആണ് നടക്കുന്നത്. അപ്പോൾ ഒരു ബാർട്ടർ സിസ്റ്റത്തിൽ ഇങ്ങനെ എന്താണ്, ട്രാൻസ്ഫർ ഓഫ് വാല്യൂ നടന്നിരുന്നില്ല, അല്ലെ, പ്രാക്ടിക്കലായിരുന്നില്ല. അതാണ് അതിൻ്റെ 5ാമത്തെ ഡീമെറിറ്റ് എന്ന് പറയുന്നത്. അപ്പോൾ ഈ 5 ഡീമെറിറ്റുകൾ ഓർത്തിരിക്കുക, ബാർട്ടർ സിസ്റ്റം എന്താണെന്നും. അപ്പോൾ ഇത് പലതവണ എക്സാമിന് ചോദിച്ചൊരു ക്വസ്റ്റ്യനാണ്. അപ്പോൾ ഇനി നെക്സ്റ്റ് നമുക്കിതിൽ പണത്തിൻ്റെ ഫങ്ഷൻസ് ഓഫ് മണിയാണ്, പണത്തിൻ്റെ ധർമ്മങ്ങൾ എന്നുള്ള പാർട്ടാണ് കാണാനുള്ളത്. അതിനു മുന്നേ പണത്തിൻ്റെ രൂപങ്ങൾ ഏതൊക്കെയാണെന്നാണ്. പ്രധാനമായും കമോഡിറ്റി, ഇന്നത്തെ മണിയായിട്ട്, ഇന്ന് നമ്മൾ എന്താണ്, ക്രെഡിറ്റ് മണി, UPI അങ്ങനെയൊക്കെയാണ് ഉപയോഗിക്കുന്നത്, അല്ലേ. അപ്പോൾ ആ ഒരു രൂപത്തിലേക്ക് വന്നത് ആദ്യകാലത്തെ ബാർട്ടർ സിസ്റ്റം കമോഡിറ്റി മണിയിൽ നിന്നും പിന്നീട് ഗോൾഡ് കോയിൻസ് ആയിട്ടും സിൽവർ കോയിൻസ് ആയിട്ടും ഇന്ന് നമ്മൾ കാണുന്ന എന്താണ് ആ ഒരു കോയിനുകളൊക്കെ ആയിട്ട് മാറി. അപ്പോൾ പലതരം മെറ്റാലുകൾ മണികളായി ഉപയോഗിച്ചു. മെറ്റാലിക് മണി ഫസ്റ്റ് എവല്യൂഷൻ കമോഡിറ്റി മണിയാണ്. പിന്നീട് അത് മെറ്റാലിക് മണിയായി മാറി. ഇപ്പോൾ മെറ്റൽസിനെ സൂക്ഷിച്ച് വെക്കാൻ, കള്ളന്മാരിൽ നിന്നൊക്കെ സൂക്ഷിച്ചു കൊണ്ടുപോകാനുള്ള വിഷമം കാരണം അതെന്തായി മാറ്റി, പേപ്പറുകളാക്കി മാറ്റി. പേപ്പർ കറൻസി അഥവാ പേപ്പർ മണി ഉണ്ടായി. പിന്നെ പേപ്പർ മണി അതെന്താണ്, മുഷിഞ്ഞു പോവുകയും കീറിപ്പോവുകയൊക്കെ ചെയ്ത് അങ്ങനെ അതിൻ്റെ ആ പ്രശ്നം പരിഹരിക്കുന്നതിന് ഇന്നത്തെ ക്രെഡിറ്റ് മണിയായി മാറി. ബാങ്ക് മണിയുണ്ട്, പിന്നീട് ക്രെഡിറ്റ് മണിയായിട്ട് മാറി. അപ്പോൾ ഇതാണ് പ്രധാനപ്പെട്ട ഇവല്യൂഷൻ സ്റ്റേജസ് ഓഫ് മണി എന്ന് പറയുന്നത്. ഇനി നമ്മൾ പഠിക്കാൻ പോകുന്നത് ഫങ്ഷൻസ് ഓഫ് മണിയാണ്, പണത്തിൻ്റെ ധർമ്മങ്ങൾ എന്തൊക്കെയാണെന്നാണ്. പണത്തിന് പ്രധാനമായും 3 ധർമ്മങ്ങളാണ് പറയുന്നത്. ദർ ആർ 3 ഫങ്ഷൻസ് ഫോർ മണി. ഈ 3 ഫങ്ഷനുകൾ എന്ന് പറയുന്നത് പ്രൈമറി ഫങ്ഷൻ, സെക്കൻഡറി ഫങ്ഷൻ, കണ്ടിജന്റ് ഫങ്ഷൻ. പ്രാഥമിക ധർമ്മങ്ങൾ, ദ്വിതീയ ധർമ്മങ്ങൾ, യാദൃശ്ചിക ധർമ്മങ്ങൾ. ഇങ്ങനെ 3 ധർമ്മങ്ങളായിട്ടാണ് ഫങ്ഷൻസ് ഓഫ് മണി തിരിച്ചിരിക്കുന്നത്. നമുക്ക് നോക്കാം പ്രൈമറി ഫങ്ഷൻ ഏതൊക്കെയാണെന്ന്. പ്രൈമറി ഫങ്ഷൻ കണ്ടില്ലേ, മീഡിയം ഓഫ് എക്സ്ചേഞ്ചും മെഷർ ഓഫ് വാല്യൂ. മണി ഇൻ ഇറ്റ്സ് പ്രൈമറി റോൾ മണി ആക്ട് ആസ് എ മീഡിയം ആൻഡ് മെഷർ. മണി ആക്ട് ആസ് എ മീഡിയം ആൻഡ് മെഷർ ആണ്. അത് എന്തിൻ്റെ മീഡിയമാണ്, മീഡിയം ഓഫ് എക്സ്ചേഞ്ച് ആണ്. എക്സ്ചേഞ്ചിൻ്റെ മീഡിയം ആയിട്ടാണ് പ്രവർത്തിക്കുന്നത്. അതേപോലെ എന്തിൻ്റെ വാല്യൂ ആണ്, വാല്യൂ മെഷറായിട്ടാണ്, വാല്യൂ മെഷർ ഓഫ് വാല്യൂ ആണ്. അപ്പോൾ മീഡിയം ഓഫ് എക്സ്ചേഞ്ച് എന്ന് പറയുന്നത് നേരത്തെ നമ്മൾ പറഞ്ഞല്ലോ, റബ്ബർ ഷീറ്റ് കൊടുത്ത് ആ പണം വാങ്ങി ആ പണം കൊണ്ട് നമ്മൾ എന്ത് ചെയ്യുന്നു, പച്ചക്കറികളും അരിയും പെട്രോളും ഒക്കെ വാങ്ങിക്കുന്നു. അപ്പോൾ ഒന്നിൽ നിന്നും ഒന്നിലേക്ക് മാറ്റി പോകുന്നതിനെയാണ് മീഡിയം ഓഫ് എക്സ്ചേഞ്ച് എന്ന് പറയുന്നത്. അപ്പോൾ മെഷർ ഓഫ് വാല്യൂ ഇതുപോലെയാണ്, ഒരെണ്ണത്തിൻ്റെ വില പണമാക്കി മാറ്റി അതിൽ നിന്നും വേറൊരു മൂല്യത്തിലേക്കാക്കി മാറ്റാൻ പറ്റും. അപ്പോൾ അതിനെയാണ് അല്ലെങ്കിൽ നമുക്ക് വേറൊരു തരത്തിൽ പറയാം. നമുക്ക് എന്താണ്, ഒരു ഷർട്ടിന് 500 രൂപ മെഷർ ഓഫ് വാല്യൂ ആണ്, അല്ലേ. ഒരു സാരിക്ക് 1000 രൂപ. അപ്പോൾ അതും അതിൻ്റെ വാല്യൂ ആണ്, മെഷറാണ്. അപ്പോൾ ഇങ്ങനെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, എക്സ്പ്രസ് ചെയ്യാൻ പറ്റും. അപ്പോൾ ഇൻ ഇറ്റ്സ് പ്രൈമറി റോൾ മണി ആക്ട് ആസ് എ മീഡിയം ആൻഡ് മെഷർ എന്ന് ഓർക്കുക. MM എന്ന് ഓർക്കുക, മീഡിയം ആൻഡ് മെഷർ. അതാണ് അവിടെ ഞാൻ റൗണ്ട് ചെയ്ത് വെച്ചിരിക്കുന്നത്. ഓക്കെ, ഇനി സെക്കൻഡറി റോൾ എന്താണെന്ന് ചുരുക്കി പറയാം. ഇൻ ഇറ്റ്സ് സെക്കൻഡറി റോൾ മണി ആക്ട് ആസ് എ സ്റ്റോർ സ്റ്റാൻഡേർഡ് ആൻഡ് ട്രാൻസ്ഫർ. സ്റ്റോർ സ്റ്റാൻഡേർഡ് ആൻഡ് ട്രാൻസ്ഫർ, SST ആണ് സെക്കൻഡറിയിൽ വരുന്നത്. അപ്പോൾ സ്റ്റോർ എന്ന് പറയുന്നത് എന്താണ്, സ്റ്റോർ ഓഫ് വാല്യൂ എന്നതിൻ്റെ ചുരുക്കമാണ് സ്റ്റോർ എന്ന് പറയുന്നത്. സ്റ്റോർ ഓഫ് വാല്യൂ എന്താണ്, മൂല്യങ്ങൾ സൂക്ഷിച്ചു വെക്കാനാണ്. ഇപ്പം നമുക്ക് കുറേ റബ്ബർ ഷീറ്റ് കിട്ടി, അല്ലെങ്കിൽ നമുക്ക് എന്താണ് ഒരു വർഷത്തെ റബ്ബർ ഷീറ്റൊക്കെ വിറ്റ് നമ്മൾ ആ പണം എന്ത് ചെയ്യും, ഒന്നുകിൽ ഗോൾഡായിട്ട് വാങ്ങി വെക്കുന്നു, അല്ലെങ്കിൽ നമ്മൾ ആ പണത്തെ ബാങ്കിൽ കൊണ്ടുപോയി സൂക്ഷിച്ചിടുന്നു, അല്ലെങ്കിൽ ഡെപ്പോസിറ്റ് FD ഇടുന്നു, അല്ലെങ്കിൽ നമ്മൾ എന്ത് ചെയ്യുന്നു, ഷെയർ മാർക്കറ്റിൽ നിക്ഷേപിക്കുന്നു, ബോണ്ടുകൾ വാങ്ങുന്നു. അപ്പോൾ ഇതിനെയൊക്കെ എന്താണ്, സ്റ്റോർ ഓഫ് വാല്യൂ, സൂക്ഷിച്ചു വെക്കാമെന്നുള്ളതാണ് പണത്തിൻ്റെ സെക്കൻഡറി ഫംഗ്ഷനിൽ ഒന്നാമത്തേത്. ഇനി രണ്ടാമത്തേത് സ്റ്റാൻഡേർഡ് ഓഫ് ഡെഫേർഡ് പേയ്മെൻ്റ് ആണ്.
സ്റ്റോർ സ്റ്റാൻഡേർഡ് എന്തിൻ്റെ സ്റ്റാൻഡേർഡാണ്? ഡെഫേർഡ് പേയ്മെൻറ്റ്സ് എന്ന് പറഞ്ഞാൽ പേയ്മെൻറ്റ്സ് മെയ്ഡ് ഇൻ ഫ്യൂച്ചർ. അതായത് നമ്മളിപ്പോൾ കടം വാങ്ങി 1000 രൂപ കടം വാങ്ങുന്നു, 10% പലിശയോടുകൂടെ 2 മാസം കൊണ്ട് തിരിച്ചു കൊടുക്കണം. അപ്പോൾ എന്ത് ചെയ്യും? 1000 രൂപയുടെ 10% 100 രൂപയും കെട്ടി 1100 രൂപ 2 മാസം കഴിയുമ്പോൾ കൊടുക്കണം അല്ലേ? അപ്പോൾ ഭാവിയിലെ പേയ്മെൻറ്റിനുള്ള ബേസിസ് ആയിട്ട് എന്ത് പ്രവർത്തിക്കുന്നു? പണം പ്രവർത്തിക്കുന്നതിനെയാണ് സ്റ്റാൻഡേർഡ് ഓഫ് ഡെഫേർഡ് പേയ്മെൻറ്റ്സ് എന്ന് വിളിക്കുന്നത്. മൂന്നാമത്തേത് ട്രാൻസ്ഫർ ഓഫ് വാല്യൂ ആണ്. ട്രാൻസ്ഫർ ഓഫ് വാല്യൂ എന്ന് പറഞ്ഞാൽ മൂല്യത്തെ മാറ്റി ഉപയോഗിക്കാവുന്നതാണ്. അപ്പം നമ്മുടെ പണം നമുക്ക് ഗോൾഡായിട്ട് അല്ലെങ്കിൽ ബിറ്റ് കോയിനുകളായിട്ടൊക്കെ സൂക്ഷിച്ചു വെക്കാവുന്നതാണ്. അപ്പം ഒരു രൂപത്തിൽ നിന്നും വേറൊരു രൂപത്തിലേക്ക് മൂല്യത്തെ മാറ്റാൻ വേണ്ടി നമുക്ക് പണം ഉപയോഗിക്കാം എന്നുള്ളതാണ് ട്രാൻസ്ഫർ ഓഫ് വാല്യൂ എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ ഇനി സെക്കൻഡറി റോൾ, പണത്തിൻ്റെ സെക്കൻഡറി റോളിൽ പണം ചെയ്യുന്നതൊക്കെ എന്തൊക്കെയാണ്? ആക്ട് ആസ് എ സ്റ്റോർ, സ്റ്റാൻഡേർഡ് ആൻഡ് ട്രാൻസ്ഫർ. ഇനി മൂന്നാമത്തേത് കണ്ടിജന്റ് ഫംഗ്ഷൻ ആണ്. യാദൃശ്ചിക ധർമ്മങ്ങളാണ്. 3 കണ്ടിജന്റ് ഫംഗ്ഷനുകളാണുള്ളത്. ഒന്നാമത്തേത് പണം ക്രെഡിറ്റിൻ്റെ ബേസായിട്ട്. അപ്പം നമ്മളിപ്പം പണം ബാങ്കിൽ കൊണ്ടുപോയി നിക്ഷേപിക്കുകയാണെങ്കിൽ അത് നമ്മുടെ ക്രെഡിറ്റ് ആണല്ലേ. അപ്പം നമ്മൾ പേയ്മെൻ്റ് ഒക്കെ നടത്തുമ്പോൾ ക്രെഡിറ്റ് ആയിട്ടും ഡെബിറ്റ് ആയിട്ട് നമ്മൾ കൊടുക്കുമ്പോൾ നമ്മുടെ അക്കൗണ്ടിൽ നിന്ന് പോകുന്ന ഡെബിറ്റ് നമ്മളിലേക്ക് വരുന്നത് ക്രെഡിറ്റ് ഒക്കെ നമുക്കറിയാവുന്നതാണ് അല്ലേ. അപ്പോൾ ക്രെഡിറ്റിൻ്റെ ബേസായിട്ട് പ്രവർത്തിക്കുന്നു. ഇപ്പോൾ നമ്മൾ ബാങ്കിൽ കൊണ്ടുപോയിട്ട് FD ഇട്ട് കഴിഞ്ഞാൽ ആ നമ്മളിടുന്ന ഡെപ്പോസിറ്റിനെയാണ് ബാങ്ക് ലോണായിട്ട് കൊടുക്കുകയും ക്രെഡിറ്റ് ക്രിയേഷൻ നടക്കുകയും അങ്ങനെ പ്രോസസ് ഓഫ് ക്രെഡിറ്റ് ക്രിയേഷനിലൂടെ മൾട്ടിപ്പിൾസ് ഓഫ് മണി ആർ ക്രിയേറ്റഡ് ആണ് അല്ലേ. അപ്പോൾ അതിനെയാണ് ക്രെഡിറ്റ് ക്രിയേഷൻ. അപ്പോൾ ബേസിസ് ഓഫ് ക്രെഡിറ്റ് ആയിട്ട് പ്രവർത്തിക്കുന്നു. രണ്ടാമത്തേതെന്ന് പറയുന്നത് നാഷണൽ ഇൻകം ഡിസ്ട്രിബ്യൂട്ട് ചെയ്യാൻ വേണ്ടി നമ്മൾ പണമാണ് ഉപയോഗിക്കുക അല്ലേ. പണം നാഷണൽ ഇൻകം ഡിസ്ട്രിബ്യൂഷനിൽ നമ്മൾ ഉപയോഗിക്കുന്നത്. മൂന്നാമത്തേത് ഒരാൾ പണം കയ്യിൽ വെക്കുന്ന ആ ഒരു അവസ്ഥയെ അല്ലെ, കയ്യിലുള്ള പണമായിട്ടുള്ള അവസ്ഥയെ ലിക്വിഡിറ്റി എന്നാണ്, ദ്രവത്വം എന്നാണ് വിളിക്കുന്നത്. അപ്പോൾ ദ്രവത്വത്തിൻ്റെ ഗ്യാരണ്ടറായിട്ടും പണം പ്രവർത്തിക്കുന്നു. അപ്പോൾ തേർഡ് ഫംഗ്ഷൻ കണ്ടിജന്റ് ഫംഗ്ഷനിൽ 3 എണ്ണമാണുള്ളത്. മണി ആക്ട് ആസ് ബേസിസ് ഓഫ് ക്രെഡിറ്റ് ആൻഡ് ഡിസ്ട്രിബ്യൂഷൻ ഓഫ് നാഷണൽ ഇൻകം ആൻഡ് ഗ്യാരണ്ടർ ഓഫ് ലിക്വിഡിറ്റി. അപ്പോൾ ഈ 3 മണിയുടെ ഫംഗ്ഷനും അതേപോലെ നമ്മൾ നേരത്തെ പറഞ്ഞ ബാർട്ടർ സിസ്റ്റത്തിൻ്റെ ഡീമെറിറ്റ്സും നന്നായിട്ട് പഠിച്ചു വെക്കുക. പോയിന്റുകൾ ഓർത്ത് വെക്കണം. പോയിന്റുകളാണ് നമ്മൾ എക്സാമിൽ ചോദിക്കുമ്പോൾ എഴുതേണ്ടവർ. സ്റ്റേ ട്യൂൺഡ്. താങ്ക് യു.